കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വെള്ളം ഒരിടത്ത് കെട്ടിക്കിടന്നാൽ ഒരിക്കലും അത് വൈദ്യുതിയായി മാറുന്നില്ല. മറിച്ച് ആ വെള്ളത്തിനെ ഒരു സ്പേസിലൂടെ താഴോട്ടിറക്കി അതിനെ പൽചക്രം കറക്കാൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ചലനത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുപോലെയാണ് അറിവിന്റെ കാര്യവും. അറിവുള്ളത് കൊണ്ട് അത് ശക്തിയായി മാറുന്നില്ല. അറിവിനെ നമ്മൾ പ്രയോഗതലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ അറിവ് നമുക്ക് ശക്തിയായി മാറുന്നത്. ഏത് മേഖലയിൽ അറിവുള്ള ആളായാലും ആ അറിവിനെ നിരന്തരമായി ഉപയോഗിക്കുന്നതിലൂടെ, അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ് അറിവ് ശക്തിയായി മാറുന്നത്. നമ്മൾ പണ്ട് പഠിച്ചത് നോളജ് ഈസ് പവർ എന്നാണ്. സത്യത്തിൽ അത് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോളജ് ഈസ് നോട്ട് പവർ, അപ്ലൈഡ് നോളജ് ഈസ് പവർ എന്നതാണ് ശരി. അറിവിനെ പ്രയോഗതലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് നമ്മുടെ ശക്തിയായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിനെ, ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് അറിവുള്ളത്, ആ അറിവിനെ ആ മേഖലയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിലൂടെ, അതൊരു പക്ഷേ എഴുത്തായിരിക്കാം, അതല്ലെങ്കിൽ പറയലായിരിക്കാം, അതല്ലെങ്കിൽ അതൊരു രചനയായി മാറാം. എങ്ങനെയായാലും ശരി, ആ അറിവിനെ പ്രാക്ടിക്കലായി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ശക്തിയായി മാറ്റാൻ കഴിയും. നിങ്ങളുടെ ഒരു വരുമാനമായി അത് മാറ്റാൻ പറ്റും. അതിനപ്പുറത്ത് നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഘടകമായിട്ടും ആ അറിവിനെ മാറ്റാൻ കഴിയും. മറിച്ച് കുറേ അറിവുണ്ടെന്ന് പറയുന്നതിലൂടെ ആ അറിവ് ആർക്കും ഉപകാരപ്രദമാകുന്നില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളം നമുക്ക് വൈദ്യുതിയാക്കാൻ പറ്റാത്തതുപോലെ. അതുകൊണ്ട് ആ ഒരു ചാലക ശക്തിയായി നമ്മുടെ അറിവിനെ നമുക്ക് മാറ്റാം. സോ നോളജ് ഈസ് നോട്ട് പവർ, അപ്ലൈഡ് നോളജ് ഈസ് പവർ.